അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസിയോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ഉള്ളത്. എന്താ വെച്ചാൽ എക്സിറ്റ് അടിച്ചത് അവരറിഞ്ഞില്ല, റീ എൻട്രി അടിച്ചത് അറിഞ്ഞിട്ടില്ല, ഉറൂബായത് അവരറിഞ്ഞിട്ടില്ല. ഒരുപാട് പരാതികൾ. അവർക്ക് മെസ്സേജ് വന്നില്ല. എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, നിങ്ങളെ അബ്ഷറിൽ നിങ്ങളെ മൊബൈലിൽ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്. ഈ ടെക്സ്റ്റ് മെസ്സേജിൽ പല തരത്തിലുള്ള മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവും. അത് ഫുള്ളായി നിന്ന് ഹാങ് ആയി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിൽ നിന്നുള്ള MOയിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും നിങ്ങളേക്ക് വരില്ല. അതേപോലെ നിങ്ങൾ ഡബിൾ സിം ഉപയോഗിക്കുന്ന ആളാണോ, നാട്ടിലെ സിമ്മൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കുന്ന ആളാണോ, അതും വരില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡബിൾ സിം ഉള്ളത് ഒഴിവാക്കിയിട്ട് സിംഗിൾ സിം ആക്കുക കഴിയുന്നതും. അതേപോലെ നിങ്ങളെ ടെക്സ്റ്റ് മെസ്സേജ് വന്ന് നിൽക്കുന്ന എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ആക്കുക. യാതൊരു ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ടെക്സ്റ്റ് മെസ്സേജിൽ പലതരത്തിൽ. ഇത് ഫുള്ളായി നിൽക്കും. പിന്നെ മെമ്മറിയും കുറവായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് മെസ്സേജ് വരില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് സെറ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുക, അപ്ഡേഷൻ ചെയ്യുക. ടെക്സ്റ്റ് മെസ്സേജിലുള്ള മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ആക്കുക. എന്നാലേ മെസ്സേജ് വരുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ്. കഫീൽ എക്സിറ്റ് അടിച്ചിട്ട് അറിയാത്തവർ, അങ്ങനെ എക്സിറ്റിൻ്റെ ടൈം കഴിഞ്ഞ് പോകാതെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഉറൂബായവരുണ്ട്. ഉറൂബായിട്ട് പോലും അറിയാത്തവരുണ്ട്. പിന്നെ ഓരോ ഓഫീസിൽ പോയി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന രീതിയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് ഇരിക്കുന്ന എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്തത് ഒരുപാടുള്ളത്, ഒരു കാര്യമില്ല. അതേമാതിരി ഇമെയിൽ വന്നിട്ടുള്ള മെസ്സേജുകളും ഉണ്ടാകും ഒരുപാട്. അതൊക്കെ ഡിലീറ്റ് ചെയ്യുക. എന്നാലേ മെസ്സേജൊക്കെ വരുള്ളൂ. റീസ്റ്റാർട്ട് ചെയ്യുക സെറ്റുകളൊക്കെ. ഓക്കെ. എന്ത് സംശയം കൊടുക്കാം? അസ്സലാമു അലൈക്കും.